വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഈ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു ചോദ്യം ഉത്തരം എന്നതിൽ നിന്നും മാറിയിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ, അതായത് ഇപ്പോൾ ഒരു ചോദ്യം കിട്ടുകയാണെങ്കിൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം എന്നും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ കറണ്ട് അഫയേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഡിഗ്രി ലെവലായാലും +2 ലെവലായാലും, അല്ലെങ്കിൽ വേണ്ട 10th പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരികയാണ് കറണ്ട് അഫയേഴ്സ് എങ്കിൽ അതിന്റെ പൂർണ്ണ മാർക്കും നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഇന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാം. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യുക. അപ്പൊ ഞാൻ ഓരോ ദിവസം 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും. കുറച്ച് ചിലപ്പോൾ ലെങ്തി ആവും, ചിലപ്പോൾ ബോറടിക്കുന്ന പോലെ തോന്നും. കാരണം കുറച്ച് അറിയുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ മിക്സ് ചെയ്തിട്ടാ പറയാം. പക്ഷെ ഇത് നിങ്ങൾക്ക് ഒരു ചോദ്യ പരീക്ഷ ഹാളിൽ കിട്ടുമ്പോൾ പെട്ടെന്ന് ഉത്തരം ക്ലിക്ക് ആവാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. വെറും 2 തൂണുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ വിചിത്ര രാജ്യമാണ് പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ്. ഇപ്പൊ പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് എന്താണ്? ഒരു രാജ്യത്തിന്റെ പേരാണ്. ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? അത് 2 തൂണുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ വിചിത്ര രാജ്യമാണ്. ഇനി നോക്കുക അതിന്റെ പ്രത്യേകത. കടലിൽ ഉയർന്നു നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന്റെ വലുപ്പം വെറും 0.004 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം രാജ്യമെന്ന് അംഗീകരിക്കപ്പെട്ടില്ല എങ്കിലും സർക്കാരും പതാകയും നാണയവും ദേശീയ ഗാനവും സീലാൻഡിനുണ്ട്. കണ്ടോ, സ്വന്തമായി സർക്കാരുണ്ട്, പതാകയുണ്ട്, നാണയുണ്ട്, ദേശീയ ഗാനം ഒക്കെ ആർക്കുണ്ട്? സീലാൻഡിനുണ്ട്. 2008 സീലാൻഡ് ഗിന്നസ് ലോക റെക്കോർഡ് സീലാൻഡിന് രാജ്യ പദവി അവകാശപ്പെടുന്ന ഏറ്റവും ചെറിയ പ്രദേശമെന്ന അംഗീകാരവും നൽകി. അപ്പൊ 2008 ഗിന്നസ് ലോക റെക്കോർഡ് സീലാൻഡിന് എന്ത് കൊടുത്തു? രാജ്യ പദവി കൊടുക്കുകയാണ്. അപ്പൊ രാജ്യ പദവി അവകാശപ്പെടുന്ന ഏറ്റവും ചെറിയ പ്രദേശം എന്ന അംഗീകാരം കൂടെ നൽകുകയുണ്ടായി. അപ്പൊ ഇത്രയാണ് പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം. ഇന്ത്യൻ വംശജൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി ഒക്കെ ആയിട്ടുള്ള ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രം ഏതാണ്? അപ്പൊ ആഫ്രിക്കയിൽ ഒരു ദ്വീപ് രാഷ്ട്രമുണ്ട്. ആ ദ്വീപ് രാഷ്ട്രത്തില് ഇന്ത്യൻ വംശജനാണ് പ്രസിഡന്റ്, ഇന്ത്യൻ വംശജനാണ് പ്രധാനമന്ത്രി. ആ രാജ്യം ഏതറിയോ നിങ്ങൾക്ക്? മൗറീഷ്യസ് ആണ്. ഏതാണ്? മൗറീഷ്യസ്. എന്താ ഇങ്ങനെ മൗറീഷ്യസില് ഇന്ത്യൻ വംശജര് വരാനുള്ള കാരണം എന്നറിയോ നിങ്ങൾക്ക്? മൗറീഷ്യസിലെ കരിമ്പു തോട്ടങ്ങളിൽ ജോലിയെടുക്കാനായിട്ട് ബ്രിട്ടീഷുകാർ 5 ലക്ഷത്തോളം ആൾക്കാരെ ഇവിടെ നിന്ന് കൊണ്ടുപോണ്ടായി. അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോ മൗറീഷ്യസിലെ ഇന്ത്യൻ വംശജർ. മനസ്സിലാവുണ്ടോ? അപ്പോ ഛോട്ടാ ഭാരത് എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി പണ്ട് കാലത്ത് മൗറീഷ്യസിനെ വിശേഷിപ്പിക്കുകയുണ്ടായി, ഛോട്ടാ ഭാരത്. ഇപ്പൊ നോക്കുക, നമ്മൾ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഇന്ത്യൻ വംശജനാന്ന് പറഞ്ഞു, പക്ഷെ ആരാ പ്രധാനമന്ത്രി ആരാ പ്രസിഡന്റ് എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ പ്രസിഡന്റ് പൃഥ്വിരാജ് സിംഗ് തൂപ്പുൻ, പൃഥ്വിരാജ് സിംഗ് തൂപ്പുൻ എന്ന് പറയുന്ന വ്യക്തി പ്രസിഡന്റും, നവീൻ രാം ഗുലാം, നവീൻ രാം ഗുലാം എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ പ്രധാനമന്ത്രിയുമാണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കൂ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ശബ്ദാതിവേഗ മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി നടന്നത് എവിടെയാണ്? അത് നടന്നത് ഒഡീഷ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലാണ്. അപ്പോ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ശബ്ദാതിവേഗ മിസൈല് പരീക്ഷണ വിക്ഷേപണം നടന്നു. എവിടെ നടന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലാണ് നടന്നത് എന്ന് മനസ്സിലാക്കുക. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യ ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി മാറി. അപ്പോ US ആണ് 1ാം സ്ഥാനം, റഷ്യ 2ാം സ്ഥാനം,
ചൈന മൂന്നാം സ്ഥാനം എന്നിവയാണ് മറ്റ് ഈ സാങ്കേതിക വിദ്യയുള്ള മറ്റ് രാജ്യങ്ങൾ. അപ്പൊ USA ഉണ്ട്, റഷ്യക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, ഇപ്പൊ ആർക്കും കൂടിയായി, ഇന്ത്യക്കും കൂടെ ആയി. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഗോത്ര വർഗ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ 150ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായുള്ള ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്കാണ് 2024 നവംബർ 15 തുടക്കം കുറിച്ചത്? അദ്ദേഹത്തിന്റെ പേര് ബിർസ മുണ്ട എന്നാണ്. വളരെ പ്രധാനമാണ് ബിർസ മുണ്ട, അല്ലെ? പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോ ബിർസ മുണ്ടയുടെ പ്രത്യേകതകൾ അപ്പൊ 1-2 നമുക്ക് പഠിക്കണം. 1875 ജാർഖണ്ഡ് സംസ്ഥാനത്താണ് ആര് ജനിക്കുന്നത്? മിർസ മുണ്ട ജനിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലുകൾക്കെതിരെ ഉൽ ഗുലാൻ എന്നറിയപ്പെടുന്ന കലാപത്തിന് നേതൃത്വം നൽകി. നിങ്ങൾ ഉൽ ഗുലാൻ കലാപം കേട്ടിട്ടുണ്ടാവില്ല, ബിർസ മുണ്ട കലാപം അല്ലെങ്കിൽ മുണ്ട കലാപം എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോ 1899 1900 കാലഘട്ടത്തിൽ നടന്ന മുണ്ട കലാപത്തിന്റെ വേറൊരു പേരാണ് ഉൽ ഗുലാൻ കലാപം. എന്താണ്? ഉൽ ഗുലാൻ കലാപം. അപ്പൊ ആ കലാപത്തിന് നേതൃത്വം നൽകിയതാണ് ജാർഖണ്ഡുകാരനായ മിർസ മുണ്ട. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ പോരാളികളുടെ ഓർമ്മയ്ക്കായി ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 നമ്മൾ ജൻജാതീയ ഗൗരവ് ദിനം ആയി ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പൊ ജൻജാതീയ ഗൗരവ് ദിനം അഥവാ ഗോത്ര സ്വാഭിമാന ദിനം. അപ്പൊ ജൻജാതീയ ഗൗരവ് ദിനം അല്ലെങ്കിൽ ഗോത്ര സ്വാഭിമാന ദിനം രണ്ടും ഒന്നാണ്. നവംബർ 15 ബിർസ മുണ്ടയുടെ ജന്മദിനമാണ്. 2021 മുതലാണ് കേന്ദ്ര സർക്കാർ ഈ ദിനം ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം പഠിക്കുക. രാജ്യത്തെ മികച്ച സമുദ്ര ബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതിനെയാണ്? രാജ്യത്തെ മികച്ച സമുദ്രബന്ധ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തെയാണ്. കൊല്ലമാണ് രാജ്യത്തെ മികച്ച സമുദ്രബന്ധ ജില്ല. അപ്പൊ മികച്ച സമുദ്രബന്ധ ജില്ല, ഇന്ത്യയിലെ മികച്ച സമുദ്രബന്ധ ജില്ല കൊല്ലം, മികച്ച സമുദ്രബന്ധ സ്റ്റേറ്റ് കേരളം. അടുത്തത് മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനം, മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനം തെലുങ്കാന. അടുത്തത് മികച്ച ഉൾനാടൻ മത്സ്യബന്ധന ജില്ല ഛത്തീസ്ഗഡിലെ കാങ്കർ. മികച്ച ഉൾനാടൻ മത്സ്യബന്ധന ജില്ല ഛത്തീസ്ഗഡിലെ കാങ്കർ. ഇത്രയും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ മുൻനിരയിലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? ഇന്ത്യയുടെ സ്ഥാനം 10. 63 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടുന്ന പട്ടികയിലാണ് ഇന്ത്യക്ക് എത്രാം സ്ഥാനം കിട്ടിയത്? 10ാം സ്ഥാനം കിട്ടിയത്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം പുറകോട്ടാണ്, കാരണം കഴിഞ്ഞ വർഷം നമുക്ക് 8ാം സ്ഥാനമായിരുന്നു കേട്ടോ. അടുത്തത് അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയാണ് കാലാവസ്ഥാ വ്യതിയാന സൂചിക പുറത്തിറക്കിയത്. അപ്പൊ നമുക്ക് വേറൊരു ചോദ്യം കൂടി അവിടെ കിട്ടി അല്ലെ? അതായത് എവിടെയാണ് UN കാലാവസ്ഥാ ഉച്ചകോടി നടന്നത്? അസർബൈജാനിലെ ബാക്കു എന്ന സ്ഥലത്താണ് UN കാലാവസ്ഥാ ഉച്ചകോടി നടന്നത്. ക്ലിയർ ആയില്ലോ? നെക്സ്റ്റ് വൺ നോക്കൂ. അടുത്തത് ദേശീയ മാധ്യമ ദിനം എന്നാണ്, നാഷണൽ പ്രസ് ഡേ എന്നാണ്. നവംബർ 16 എന്നാണ്, നവംബർ 16 കേട്ടോ, നാഷണൽ പ്രസ് ഡേ. അപ്പോ ഓരോ എന്താ പറയുന്നത് ദിനവും ആചരിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രമേയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ പ്രമേയങ്ങൾ നമ്മളോട് ചോദിക്കാറില്ലേ? അപ്പൊ അതുപോലെ തന്നെ ദേശീയ മാധ്യമ ദിനത്തിന്റെ പ്രമേയം എന്ത്, അല്ലെങ്കിൽ അതിന്റെ വിഷയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ചിങ് നേച്ചർ ഓഫ് ദ പ്രസ്. ചേഞ്ചിങ് നേച്ചർ ഓഫ് ദ പ്രസ്. 2024 ദിനാചരണ വിഷയം ഏതായിരുന്നു? ചേഞ്ചിങ് നേച്ചർ ഓഫ് ദ പ്രസ് എന്നതായിരുന്നു. മാധ്യമ ദിനം എന്നാണ് അപ്പോ നവംബർ 16. അടുത്ത ചോദ്യം, ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി, അപ്പൊ 3 രാഷ്ട്രങ്ങളിൽ സഞ്ചരിക്കാനായിട്ട് ആര് പോവാണ്?
നമ്മുടെ പ്രധാനമന്ത്രി പോവാണ്. അങ്ങനെ അദ്ദേഹം നൈജീരിയ സന്ദർശിച്ചു. അപ്പൊ നൈജീരിയ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച രാജ്യത്തിന്റെ രണ്ടാമത്തെ പരമോന്നത ബഹുമതി. അപ്പൊ നൈജീരിയ രാജ്യത്തിന്റെ രണ്ടാമത്തെ പരമോന്നത ബഹുമതി ആർക്ക് ലഭിക്കുകയാണ്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലഭിക്കുകയാണ്. അതിന്റെ പേരെന്താണെന്നാ ചോദിക്കുന്നത്. ആ ബഹുമതിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് നൈജർ. ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് നൈജർ ബഹുമതി ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്തത് ലോക പ്രമേഹ ദിനം എന്നാണ്. വേൾഡ് ഡയബറ്റീസ് ഡേ എന്നാണ്. നവംബർ 14. നമുക്കറിയാം നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാണ്. അപ്പൊ നമ്മള് ശിശുദിനമായിട്ടും കൂടെ ആചരിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പോ ലോക പ്രമേഹ ദിനം വേൾഡ് ഡയബറ്റീസ് ഡേ നവംബർ 14. അതിന്റെയും പ്രമേയം നമ്മൾ പഠിക്കുക. ബ്രേക്കിംഗ് ബാരിയേഴ്സ്. എന്താണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിംഗ് ഗ്യാപ്പ്. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിംഗ് ഗ്യാപ്പ് എന്നതാണ് 2024 പ്രമേഹ ദിനത്തിന്റെ വിഷയം. സംസ്ഥാനത്ത് നമ്മൾ മിഠായി എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. കേരള ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയുടെ പേരാണ് മിഠായി. എന്താ മിഠായി? സംസ്ഥാനത്ത് 20 വയസ്സിൽ താഴെയുള്ള 3000-ഓളം ടൈപ്പ് 1 പ്രമേഹ ബാധിതരെ സഹായിക്കാൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, കേരളത്തില് 3000-ഓളം ടൈപ്പ് 1 പ്രമേഹ ബാധിതരുണ്ട്. അവരെ സഹായിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയുടെ പേര് കൂടിയാണ് മിഠായി. അപ്പൊ പ്രമേഹ ദിനം പറഞ്ഞപ്പോ മിഠായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് പ്രമേഹമുള്ള ആൾക്കാര്, ഡയബറ്റീസ് ഉള്ള ആൾക്കാർ കഴിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് മിഠായി. അപ്പൊ മിഠായി പ്രമേഹ ബാധിതർക്കുള്ള കേരള ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റിന്റെ പേരാണെന്ന് ഓർക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ആലപ്പുഴ ജില്ലയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ, അപ്പൊ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ആലപ്പുഴ അല്ലെ. സംസ്ഥാന 2024 സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയാണ് ആലപ്പുഴ. ആ കലോത്സവത്തിൽ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം കേട്ടോ. ആലപ്പുഴ ജില്ലയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം, കലോത്സവം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ്. ആലപ്പുഴ ജില്ലയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ തുടർച്ചയായി 2ാം വട്ടവും ചാമ്പ്യന്മാരായ ജില്ല. അപ്പൊ 2023 ചാമ്പ്യനാണ്, 2024 ചാമ്പ്യനാണ്. അപ്പൊ 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ചാമ്പ്യൻ ആരാണ്? മലപ്പുറം ജില്ല. 2023 ശാസ്ത്രോത്സവത്തിന്റെ ചാമ്പ്യൻ ആരെന്നെയാണ്? മലപ്പുറം ജില്ല. 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി ഏതാണ്? ആലപ്പുഴ ജില്ല അല്ലെ. ഇനി 2-3 സ്ഥാനങ്ങളിൽ ആരാണ്? കണ്ണൂരും കോഴിക്കോടാണ്. അപ്പൊ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് 2024 ആലപ്പുഴയിലാണ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടന്നത് ആലപ്പുഴയിലാണ്. ആ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയത് ആരാണ്? മലപ്പുറം ജില്ലയാണ്. കഴിഞ്ഞ വർഷം അവർക്കാണ്. 2ാം സ്ഥാനം കണ്ണൂർ ജില്ല, 3ാം സ്ഥാനം കോഴിക്കോട് ജില്ല കേട്ടോ. അത്രയും ഓർക്കുക. ഇനി അടുത്ത ചോദ്യം നമുക്ക് പഠിക്കാനുള്ളത് ശ്രദ്ധിക്കൂ. രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? 24x7 ഓൺലൈൻ കോടതി. അപ്പൊ കോടതിയാണ്, അതായത് 24 മണിക്കൂറുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്, അതല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 24x7 ഓൺലൈൻ കോടതി എവിടെയാ തുടങ്ങിയേ? കൊല്ലം ജില്ലയിലാ തുടങ്ങിയത്. ഇനി ഇതിന്റെ പ്രത്യേകത, എവിടെ നമ്മൾ ഇരുന്ന് വേണമെങ്കിലും കോടതി സംവിധാനത്തിൽ ഓൺലൈനായിട്ട് നമുക്ക് പ്രവേശിക്കാം. അപ്പൊ കോടതിയിലേക്ക് നമ്മൾ പോകണ്ട അല്ലെ. കക്ഷികളോ അഭിഭാഷകരോ കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ട ആവശ്യകതയില്ല. വാദവും വിചാരണയും കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും എങ്ങനെ നടക്കും? ഓൺലൈനായിട്ട് നടക്കും. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് തുടങ്ങിയത് എവിടെയാന്നാ പറയണേ? കൊല്ലം ജില്ലയിലാണ്. ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം, 2024 73ാമത്തെ വിശ്വസുന്ദരി, അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? മിസ് യൂണിവേഴ്സ്, വിശ്വസുന്ദരി അഥവാ മിസ് യൂണിവേഴ്സ് കിരീടം ആരാണ് നേടിയത്? ഡെൻമാർക്കുകാരിയാണ് നേടിയത്. ആരാണ്? ഡെൻമാർക്കുകാരിയാണ് നേടിയത്. വിക്ടോറിയ കാജർ തിൽവിക്. വിക്ടോറിയ കാജർ തിൽവിക് എന്ന് പറയുന്ന 21-കാരി ഡെൻമാർക്കുകാരി 73ാമത്തെ 2024 മിസ് യൂണിവേഴ്സ് അഥവാ വിശ്വസുന്ദരി പട്ടം നേടി. അപ്പൊ അത് നോക്കുക. ഇനി അതിന്റെ പ്രത്യേകത എന്തറിയോ? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡെൻമാർക്ക് ഇങ്ങനെ മിസ് യൂണിവേഴ്സ് കിരീടം നേടുന്നത്. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം.
അടുത്തത് ഈ മിസ് യൂണിവേഴ്സ് ആവുമ്പോ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഇവര് ഏത് രാജ്യക്കാരിയാണ് എന്ന് ചോദിക്കാറുണ്ട്, അവരുടെ പേര് മാത്രമല്ല. ഇനി നമ്മളോട് 2024 മിസ് യൂണിവേഴ്സ് എന്ന് ചോദിക്കുന്നതിന് പകരം 73ാമത്തെ മിസ് യൂണിവേഴ്സ് എന്ന് നമ്പർ ഇട്ട് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് 2024 നടന്നത് 73ാമത്തെ വിശ്വസുന്ദരി പട്ടമാണ്. അത് നേടിയത് ഡെൻമാർക്കുകാരിയാണ്. ഡെൻമാർക്കിന് ആദ്യമായിട്ടാണ് ഈ വിശ്വസുന്ദരി പട്ടം നേടുന്നത്. വിക്ടോറിയ കാജർ തിൽവികാണ് ഡെൻമാർക്കിന്റെ വിശ്വസുന്ദരി പട്ടം നേടിയ ലേഡി. ക്ലിയർ ആയല്ലോ. അടുത്തത് 19ാമത്തെ G20 ഉച്ചകോടി നടന്നത് എവിടെയാണ്? 19ാം G20 ഉച്ചകോടി നടന്നത് എവിടെയാണ്? അപ്പോ 19ാം G20 ഉച്ചകോടി 2024 G20 ഉച്ചകോടി 19ാമത്തെ G20 രാജ്യങ്ങളുടെ ഉച്ചകോടിയായിരുന്നു. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് നടന്നത്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നു. നവംബറിലാണ് നടന്നത് കേട്ടോ. ബ്രസീലിലെ റിയോ ഡി ജനീറോ. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചോദ്യം, 2024 നവംബർ 18 കൊൽക്കത്തയിൽ അന്തരിച്ച ഉമാ ദാസ് ഗുപ്ത ഏത് നിലയിൽ അറിയപ്പെടുന്ന ലേഡിയാണ്? ഇവര് അപ്പോ 2024 കൊൽക്കത്തയിൽ ഒരു ലേഡി അന്തരിച്ചു. അവരുടെ പേര് ഉമാദാസ് ഗുപ്ത എന്നാണ്. അവരെ നമ്മൾ പഠിക്കണം. എന്തിനു പഠിക്കണം എന്നാണ് ചോദിക്കണേ. അതായത് സത്യജിത് റേ, നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യജിത് റായുടെ ക്ലാസിക് ചലച്ചിത്രമായ പാത്തേർ പാഞ്ചാലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് അത്. അതില് ദുർഗ എന്ന കഥാപാത്രത്തെ അനശ്വരയാക്കിയ ബാലനടിയാണ് ആര് എന്ന് പറയുന്നത്? ഉമാദാസ് ഗുപ്ത എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ കുറെ സിനിമകളിലൊന്നും അവരില്ല. അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവര് സ്കൂൾ അധ്യാപികയായിട്ട് അവരുടെ ജീവിതം കൊണ്ടുപോവാണ്ടായി കേട്ടോ. അപ്പൊ സിനിമയിൽ അപ്പുവിനേക്കാൾ തിളങ്ങിയ സഹോദരിയാണ് ദുർഗ. ദുർഗ മഴ നനഞ്ഞ് കടുത്ത പനി ബാധിച്ച് മരിക്കുന്നതാണ് ആ സിനിമയിലെ ഒരു പ്രതിപാദ്യ വിഷയം. അങ്ങനെ ഒരു വിഷയം കൂടെ അതിലുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ചെയർമാൻ ആരാണെന്ന്? അർവിന്ദർ സിംഗ് സാനി. ആരാണ്? അർവിന്ദർ സിംഗ് സാനി. എല്ലാത്തിനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അർവിന്ദർ സിംഗ് സാനിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. അപ്പൊ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതാണ്. അപ്പൊ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അഥവാ IOCയുടെ പുതിയ ചെയർമാൻ ആരാന്നാ പറഞ്ഞ? അർവിന്ദർ സിംഗ് സാനിയാണ് കേട്ടോ. അടുത്തത്, ഇന്ത്യയുടെ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, പുതിയ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ ഇന്ത്യയില് നിയമിക്കുകയാണ്. ആരാണ് അദ്ദേഹം? കെ സഞ്ജയ് മൂർത്തി. വളരെ പ്രധാനമാണ്. കാരണം ഇദ്ദേഹത്തിന്റെ, അതായത് CAG ആരാണെന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ്. അപ്പൊ പഠിക്കുക. ആരാണ് പുതിയ CAG കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ? ആണ് കെ സഞ്ജയ് മൂർത്തിയാണ് കേട്ടോ. അദ്ദേഹം ഗിരീഷ് ചന്ദ്ര മുർമു. അപ്പോ ഇതിന് മുമ്പത്തെ ആൾ ആരാണെന്നും നോക്കണം. ആരുടെ പിൻഗാമിയാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. ഗിരീഷ് ചന്ദ്ര മുർമു. അപ്പൊ നമ്മളോട് അങ്ങനെ ചോദിക്കാട്ടോ. ഓപ്ഷനിൽ അങ്ങനെ കാണാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഗിരീഷ് ചന്ദ്ര മുർമുവിനെയാണ് പരിചയം. പക്ഷെ ഗിരീഷ് ചന്ദ്ര മുർമു അല്ല. പ്രസന്റ്ലി ആരാണെന്ന് പറയണത്? കെ സഞ്ജയ് മൂർത്തിയാണ്. ക്ലിയർ ആയല്ലോ. അടുത്തത്, ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഗരുഡ ശക്തി. ഏതാണ്? ഇന്തോനേഷ്യ. അപ്പൊ ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗരുഡ ശക്തി? ഇന്തോനേഷ്യ ട്ടോ. അടുത്തത്, വൈറ്റ് ഹൗസ് മാധ്യമ സെക്രട്ടറിയായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ആരെയാണ്? അപ്പൊ വൈറ്റ് ഹൗസിന്റെ മാധ്യമ സെക്രട്ടറി ആരാണ്? അപ്പോ ഈ വൈറ്റ് ഹൗസിന്റെ മാധ്യമ സെക്രട്ടറി ഒക്കെ നമ്മൾ എന്തിനാ പഠിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പദവിയിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഈ വ്യക്തി. ഇവരെ ഒരു ലേഡിയാണ്. 27 വയസ്സേ ഉള്ളൂ. അപ്പൊ അവർക്ക് കരോളിൻ വൈറ്റ്. അപ്പോ വൈറ്റ് ഹൗസ് മാധ്യമ സെക്രട്ടറി ആയിട്ട് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുത്തത് കരോളിൻ വൈറ്റിനെയാണ്. ഈ പദവിയിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് കരോളിൻ വൈറ്റ്. അത് ഓർക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേരത്തെ നമ്മൾ അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതിയെ കുറിച്ച് പറഞ്ഞു. വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗയാന, ബാർബറോസ് എന്നീ രാജ്യങ്ങൾ സമ്മാനിച്ച പരമോന്നത ബഹുമതികൾ ഏതാണ്? അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗയാന സമ്മാനിച്ച പരമോന്നത ബഹുമതി ദ ഓർഡർ ഓഫ് എക്സലൻസ്. ദ ഓർഡർ ഓഫ് എക്സലൻസ്. ഗയാനയുടെ ബഹുമതി ദ ഓർഡർ ഓഫ് എക്സലൻസ്. ഇനി അടുത്തത്, ബാർബഡോസ് സമ്മാനിച്ച ബഹുമതി
ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ്. ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് ആർക്ക് കിട്ടി? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. അപ്പൊ ഗയാനയുടെ കിട്ടി, ബാർബഡോസിന്റെയും കിട്ടി ട്ടോ. അപ്പൊ അത് ഓർത്തു വെക്കണം, വളരെ പ്രധാനമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ജാർഖണ്ഡില് എത്രാം തവണയാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി ആകുന്നത്? അപ്പൊ ജാർഖണ്ഡിലെ 4ാമത്തെ തവണയും മുഖ്യമന്ത്രി ആരാണ്? ഹേമന്ത് സോറനാണ്. അപ്പൊ പുതിയ മുഖ്യമന്ത്രി പദവി ജാർഖണ്ഡിൽ വന്നു, ഹേമന്ത് സോറനാണെന്ന് ഓർക്കുക. അപ്പൊ നമ്മുടെ ഇവിടെ 1-2 മുഖ്യമന്ത്രിമാര് പുതിയത് വന്നിട്ടുള്ളത് നമ്മൾ അപ്പാപ്പ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായില്ലേ? അപ്പൊ മഹാരാഷ്ട്രയിൽ ആരാണ് പുതിയ മുഖ്യമന്ത്രി? ദേവേന്ദ്ര ഫട്നവിസ്. ആരാണ്? ദേവേന്ദ്ര ഫട്നവിസ്. ഇനി ഹരിയാനയുടെ മുഖ്യമന്ത്രി ആരാണ്? നയാബ് സിംഗ് സൈനി. നയാബ് സിംഗ് സൈനി ഹരിയാനയുടെയും ദേവേന്ദ്ര ഫട്നവിസ് മഹാരാഷ്ട്രയുടെയും അതുപോലെ തന്നെ ഹേമന്ത് സോറൻ ജാർഖണ്ഡിന്റെയും പുതിയ മുഖ്യമന്ത്രിമാരായിട്ട് ചുമതലയേറ്റു എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം അടുത്തിടെ എവിടെയാണ് കണ്ടെത്തിയത്? എവിടെ അറിയോ നിങ്ങൾക്ക്? മധ്യ ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിലെ പിഞ്ചിയാങ് കൗണ്ടിയിലാണ് ഉയർന്ന ഗുണനിലവാരമുള്ള 1000 ടൺ അയിര് കണ്ടെത്തിയത്. അപ്പൊ 1000 ടൺ സ്വർണത്തിന്റെ അയിര് കണ്ടെത്തുകയാണ് ഹുനാൻ പ്രവിശ്യയിൽ കേട്ടോ. മധ്യ ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിലാണ് കണ്ടെത്തിയത്. പിഞ്ചിയാങ് എന്ന് പറയുന്ന കൗണ്ടിയിലാണ് അത് കണ്ടെത്തിയത് എന്ന് ഓർക്കുക കേട്ടോ. ഇനി അടുത്തത്, ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയത് 900 ടൺ ആയിരുന്നു. അതായിരുന്നു ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലുത്. ഇപ്പൊ ചൈനയിലാണ് കണ്ടെത്തിയതെന്ന് ഓർത്തു വെക്കണം. അടുത്തത്, ഗോവയിലെ പനാജിയിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അല്ലെ, ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവം നടന്നു. അപ്പോ ഗോവയിലെ പനാജിയിൽ 55ാമത്തെ IFFI ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചലച്ചിത്രോത്സവം നടക്കുകയാണ്. ഈ ചലച്ചിത്ര ഉത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം എന്താണ് കൊടുക്കുന്ന? മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിന്റെ പേര് സുവർണമയൂരം. അപ്പൊ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയില് മികച്ച ചിത്രത്തിനുള്ള സുവർണമയൂരം നേടിയ സിനിമ ഏതാണ്? ലിത്വാനിയൻ സിനിമ. ചോദിക്കാട്ടോ, ഈ സുവർണമയൂരൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ലിത്വാനിയൻ സിനിമയാണ്. ലിത്വാനിയൻ സിനിമയുടെ പേര് ടോക്സിക് എന്നാണ്. എന്താണ് സിനിമയുടെ പേര്? ടോക്സിക് എന്നാണ്. അതിന്റെ സംവിധായകൻ ആരാണ്? സൗളി ബിലുവെറ്റെ. അപ്പോ ഗോവയിലെ 55ാമത്തെ IFFI നടക്കുകയാണ്. അതില് എന്താണ്? മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം കിട്ടിയത് ഒരു ലിത്വാനിയൻ സിനിമയ്ക്കാണ്. സിനിമയുടെ പേര് ടോക്സിക് എന്നാണ്. സിനിമയുടെ സംവിധായകൻ സോളി ബിലുവെറ്റെ. എത്ര രൂപയെ സമ്മാനമായിട്ട് കിട്ടാന്നറിയോ നിങ്ങൾക്ക്? 40 ലക്ഷം രൂപയാ കിട്ടുക. ഇനി മികച്ച നടനെയും നടിയും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കൂ. 2 നടിമാരുണ്ട്. മികച്ച നടൻ ക്ലെമന്റ് ഫാവോ. മികച്ച നടൻ ക്ലെമന്റ് ഫാവോ. ആരാണ്? ക്ലെമന്റ് ഫാവോ. മികച്ച നടി 2 പേരുണ്ട്. വെസ്റ്റ. മികച്ച നടി വെസ്റ്റ മറ്റുലൈറ്റെ. ഒരു നടിയുടെ പേരാട്ടോ, വെസ്റ്റ മറ്റുലൈറ്റെ. ലെവ റുപ്പാക്കായിറ്റി. 2 പേർക്ക് കിട്ടി. വെസ്റ്റ മറ്റുലൈറ്റെ, ലെവ റുപ്പാക്കായിറ്റി എന്നിവർക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയത്. ഇനി അടുത്തത്, ലോക ചലച്ചിത്ര മേഖലയില് ആജീവനാന്ത സംഭാവനയ്ക്ക് നമ്മുടെ സർക്കാർ, അതായത് ഇന്ത്യ ഗവൺമെന്റ് ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ IFFIയില് ഒരു പുരസ്കാരം കൊടുക്കും. ആ പുരസ്കാരത്തിന്റെ പേര് സത്യജിത് റായ് പുരസ്കാരം എന്നാണ്. അത് പഠിക്കണം. ലോക ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരം സത്യജിത് റായ് പുരസ്കാരം. അത് നേടിയത് ഓസ്ട്രേലിയൻ സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ പേര് ഫിലിപ്പ് നോയ്സ് എന്നാണ്. ഓസ്ട്രേലിയൻ സംവിധായകനായ ഫിലിപ്പ് നോയ്സ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സത്യജിത് റായ് പുരസ്കാരം 55ാമത്തെ IFFIയില് നേടുകയുണ്ടായി. ഇനി മികച്ച ഇന്ത്യൻ നവാഗത സംവിധായകനും അവാർഡ് കൊടുക്കുന്നുണ്ട്. മികച്ച നവാഗത സംവിധായകൻ ഇന്ത്യൻ ആണ് കേട്ടോ. കൊടുക്കുന്ന ആ അവാർഡ് നേടിയത് നവജോത് ബന്ദി വഡേക്കർ. അദ്ദേഹത്തിനാണ് കിട്ടിയത്. നവജോത് ബന്ദി വഡേക്കർ. ശരത് ഗണപതി എന്ന സിനിമയ്ക്കാണ് കിട്ടിയത് കേട്ടോ. നവജോത് ബന്ദി വഡേക്കർ ആണ് അദ്ദേഹം.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് IFFI പഠിക്കാനുള്ളത്. ഇനി ഏത് റോമൻ ചക്രവർത്തിയുടെ വെങ്കല പ്രതിമയുടെ തലഭാഗമാണ് ഡെൻമാർക്ക് തുർക്കിക്ക് നൽകാൻ തീരുമാനിച്ചത്? അപ്പൊ ഡെൻമാർക്ക് തുർക്കിക്ക് ഒരു റോമൻ ചക്രവർത്തിയുടെ തലഭാഗം കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചു. അപ്പോ ഡെൻമാർക്ക് തുർക്കിക്ക് കൊടുക്കണമെങ്കിൽ ഡെൻമാർക്കിലല്ലേ അത് ഇരിക്കുന്നുണ്ടാവുക. അരനൂറ്റാണ്ടിലേറെയായി ഡെൻമാർക്കിലെ ഗ്ലിപ്റ്റോടെക് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുകയായിരുന്നു ചക്രവർത്തിയുടെ ശിരസ്. അപ്പൊ ഏതാണ് ചക്രവർത്തി? സെപ്റ്റീമിയസ് സെവറസ്. ഇപ്പൊ സെപ്റ്റീമിയസ് സെവറസ് എന്ന റോമൻ ചക്രവർത്തിയുടെ വെങ്കല പ്രതിമയുടെ തലഭാഗം ഡെൻമാർക്ക് ആർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു? തുർക്കിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ചിലപ്പോ ചോദിക്കുന്ന ചോദ്യം ഇതൊന്നും ആവില്ല. അതായത് ഗ്ലിപ്റ്റോടെക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിക്കാം. ഡെൻമാർക്കിലാണ് കേട്ടോ. അപ്പൊ അതാ പറയണേ, കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും കൂടെ പഠിച്ചു വെച്ചാലാണ് നമുക്ക് നല്ല മാർക്ക് നേടാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആയില്ലോ? അപ്പൊ എന്താ പറഞ്ഞേ? സെപ്റ്റീമിയസ് സെവറസ് എന്ന റോമൻ ചക്രവർത്തിയുടെ വെങ്കല പ്രതിമയുടെ തലഭാഗം ഡെൻമാർക്ക് തുർക്കിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഡെൻമാർക്കിന്റെ ഗ്ലിപ്റ്റോടെക് മ്യൂസിയത്തില് അരനൂറ്റാണ്ടിലേറെയായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ശിരസ് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറയണേ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം, ആദ്യത്തെ കൊക്കോ ലോകകപ്പ് മത്സരം നടക്കുന്നത് എവിടെയാണ്? ആദ്യത്തെ കൊക്കോ ലോകകപ്പ് മത്സരം നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ എവിടെയാണ്? ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഇപ്പൊ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആദ്യത്തെ കൊക്കോ വേൾഡ് കപ്പ് മത്സരം നടക്കുകയാണ്. ജാനുവരി 13 തൊട്ട് 19 വരെയുള്ള സമയത്ത് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു അല്ലെ? ജാനുവരി 13 തൊട്ട് 19 വരെയുള്ള 24 രാജ്യങ്ങൾ പങ്കെടുക്കുന്നതാണ് ഈ എന്തെന്ന് പറയുന്നത്, ഈ കൊക്കോ വേൾഡ് കപ്പ് കേട്ടോ. അപ്പൊ ഇത് കൊക്കോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇത് നടത്തുന്നത്. ആരാ നടത്തണേന്ന് ചോദിച്ചാൽ കൊക്കോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇത് നടത്തണേന്നും കൂടി ഓർത്തു വെക്കുക. ഇനി അടുത്തത്, ബംഗ്ലാദേശില് ഒരു സംഘർഷം ഉണ്ടായി. ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് വാർത്താ പ്രാധാന്യം നേടിയ ഒരു മതസംഘടനയുണ്ട്. ഏതാ മതസംഘടന എന്നാണ് ചോദിക്കുന്നത്. ആ മതസംഘടനയുടെ പേര് ഇസ്കോൺ എന്നാണ്. ഇസ്കോൺ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊരു അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സംഘടന അല്ലെങ്കിൽ സമിതി എന്നാണ് അതിനെ വിളിക്കുക. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി. അപ്പൊ കൃഷ്ണനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ കുറിച്ചൊക്കെ പ്രചരിപ്പിക്കുന്ന കുറച്ച് വ്യക്തികളുടെ ഒരു സംഘടനയാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി അഥവാ ഇസ്കോൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പൂർണ്ണ രൂപം പഠിക്കണ്ടേ നമുക്ക്? ഇസ്കോണിന്റെ പൂർണ്ണ രൂപം പഠിക്കൂ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നതാണ് ഇസ്കോണിന്റെ ISKCON. അങ്ങനെ ഇസ്കോൺ എന്നാട്ടോ ഇതിനെ പറയാം. ഇസ്കോണിന്റെ പൂർണ്ണ രൂപം അതാണ്. ഇനി 1966 ന്യൂയോർക്കിൽ ഭക്തി വേദാന്ത സ്വാമി പ്രഭുവാണ് സംഘടന സ്ഥാപിച്ചത്. അപ്പൊ ഇസ്കോൺ സ്ഥാപിച്ചത് ആരാണ്? ന്യൂയോർക്കിലാണ് സ്ഥാപിച്ചത്. ഭക്തി വേദാന്ത സ്വാമി പ്രഭു സ്ഥാപിച്ച വർഷം 1966. ഇതിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ആ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തറിയോ? ഹരേ കൃഷ്ണ പ്രസ്ഥാനം. അപ്പൊ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നതും ഏതന്നെയാണ്? ഇസ്കോൺ തന്നെയാണ്. അപ്പൊ ഇസ്കോണിന്റെ വേറൊരു പേരെന്താണ്? ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നാണ്. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇത്രയാണ് ഇസ്കോണിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത്, വർക്കലയിലെ ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ എവിടെയാണ് ലോക സർവമത പാർലമെന്റ് സംഘടിപ്പിച്ചത്? അപ്പൊ നമ്മൾ ലോക സർവമത സമ്മേളനം ഒക്കെ കേട്ടിട്ടുണ്ട് ഇല്ലേ? സർവമത സമ്മേളനം നമ്മൾ നടത്തി ആലുവയിൽ 1924 ശ്രീനാരായണ ഗുരു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയണേ? വർക്കലയിലെ ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക സർവമത പാർലമെന്റ് വത്തിക്കാനിൽ നടന്നു. ലോക സർവമത പാർലമെന്റ് വത്തിക്കാനിൽ നടന്നു. ആലുവയിൽ 1924 മാർച്ച് 3, 4, 5 തീയതികളില് നമ്മുടെ ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് മതസമ്മേളനം നടത്തിയത്. അപ്പൊ ഇത് ഓർക്കുക. 1924 ആകുമ്പോൾ 2024 അല്ലെ? അപ്പൊ അതിന്റെ എന്താണ് ശതാബ്ദി നടന്നു. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സർവമത പാർലമെന്റ് നടത്തിയത് എവിടെയാണ്? വത്തിക്കാനിലാണ്. അപ്പൊ ഇറ്റലി അവിടെയാണ് നടത്തിയത്. അപ്പൊ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100 പ്രതിനിധികൾ അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നും നമ്മുടെ ജനപ്രതിനിധികളും ഒക്കെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് 2024 JCB സാഹിത്യ പുരസ്കാരം ആർക്കാ കിട്ടിയത്? 2024 JCB സാഹിത്യ പുരസ്കാരം ആർക്കാ കിട്ടിയേ?
ഉപമന്യു ചാറ്റർജിക്കാണ് കിട്ടിയത്. ആർക്കാണ്? ഉപമന്യു ചാറ്റർജി. അപ്പോ അദ്ദേഹത്തിന് ഒരു നോവലിനാണ് പുരസ്കാരം കിട്ടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നോവലിന്റെ പേരൊന്ന് പഠിക്കൂ. ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിന്, നോവലിന് ഉപമന്യു ചാറ്റർജിക്ക് 2024 JCB സാഹിത്യ പുരസ്കാരം കിട്ടുന്നു. 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അദ്ദേഹം ഒരു റിട്ടയർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. മോട്ടോർ സൈക്കിൾ അപകടത്തെ തുടർന്ന് ആത്മീയ വഴിയിലേക്ക് എത്തുന്ന ലോറൻസോ സെനസി എന്ന ഒരു ഇറ്റാലിയൻ യുവാവിന്റെ കഥയാണ് ഈ നോവലിലെ പ്രമേയമായിട്ട് വരുന്നത്. അടുത്തത് 2024 പ്രസിദ്ധീകരണത്തിന്റെ 50ാം വാർഷികം ആഘോഷിച്ച എം മുകുന്ദന്റെ നോവൽ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന നോവലാണ്. എന്താണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഏതാ നോവലിന്റെ പേര്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ജർമ്മൻ ചാൻസലർ, മുൻ ജർമ്മൻ ചാൻസലർ ആണ് ആംഗല മെർക്കൽ. നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ഈ അടുത്തിടെ അവരൊരു ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ഓർമ്മക്കുറിപ്പിന്റെ പേരെന്താണ്? ഫ്രീഡം മെമ്മറീസ് 1954 to 2021. ഫ്രീഡം മെമ്മറീസ് 1954 to 2021 എന്നത് ജർമ്മൻ മുൻ ചാൻസലർ ആംഗല മെർക്കൽ പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പാണ്. ജർമ്മനിയുടെ ചാൻസലർ പദവിയിലെത്തുന്ന ആദ്യ വനിത കൂടിയാണ് ആംഗല മെർക്കൽ. ഓർക്കണം കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചത് എവിടെയാണെന്ന് ഓർക്കുക. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ലോകത്തെ 5ാമത്തെ നൈറ്റ് സഫാരി പാർക്കാണ് ഇതെന്ന് ഓർക്കണം കേട്ടോ. അപ്പോ ഇന്ത്യയിൽ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. എവിടെയാണ്? ലക്നൌവിലാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വൺ. അടുത്തിടെ പാരീസിൽ അന്തരിച്ച ബ്രെയ്റ്റൻ ബാക്ക് ഏത് നിലയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്? അപ്പൊ ബ്രെയ്റ്റൻ ബാക്ക് എന്ന് പറയുന്ന 85 വയസ്സുള്ള ഒരാള് പാരീസിൽ മരിക്കുകയാണ്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? വർണ്ണവിവേചനത്തിനെതിരെ നിലകൊണ്ട പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ. വർണ്ണവിവേചനത്തിനെതിരെ നിലകൊണ്ട പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ ഈയിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ബ്രെയ്റ്റൻ ബാക്ക്. ഇനി വെള്ളക്കാരുടെ നേതൃത്വത്തിലുള്ള ന്യൂനപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളിൽ അന്നത്തെ നിരോധിത സംഘടനയായ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെ സഹായിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് 1975 രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹം അറസ്റ്റിലാകുകയും 7 വർഷം ജയിൽവാസം അനുഭവിക്കുകയൊക്കെ ചെയ്തു. ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഈ ജയിലിൽ കിടന്നപ്പോ അദ്ദേഹം 2 കൃതികൾ എഴുതി. ആ കൃതികൾ പഠിക്കണം. ബ്രെയ്റ്റൻ ബാക്കിന്റെ 2 പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് കൺഫെഷൻസ് ഓഫ് ആൻ ആൽബിനോ ടെററിസ്റ്റ്. കൺഫെഷൻസ് ഓഫ് ആൻ ആൽബിനോ ടെററിസ്റ്റ് ഒരു കൃതി. ഇനി ആത്മകഥാപരമായ അദ്ദേഹത്തിന്റെ അടുത്ത കൃതി എ സീസൺ ഇൻ പാരഡൈസ് വളരെ പ്രധാനമാണ്. അപ്പോ ബ്രെയ്റ്റൻ ബാക്കിന്റെ ആത്മകഥാപരമായ കൃതിയാണ് എ സീസൺ ഇൻ പാരഡൈസ്. കൂടാതെ അദ്ദേഹം ജയിലിൽ വെച്ച് എഴുതിയ വേറൊരു കൃതിയാണ് കൺഫെഷൻസ് ഓഫ് ആൻ ആൽബിനോ ടെററിസ്റ്റ്. ക്ലിയർ ആയില്ലോ? ഇനി അടുത്ത ചോദ്യം നോക്കൂ. നവംബർ 22 ന്യൂഡൽഹിയിൽ 2024 നവംബർ 22 ന്യൂഡൽഹിയിൽ അന്തരിച്ച സാഹിത്യകാരൻ, നാടകകൃത്ത് ഒക്കെയായ ഓംചേരി NN പിള്ളയുടെ ആത്മകഥയുടെ പേര് എന്താണ്? എന്താ അറിയോ നിങ്ങൾക്ക്? ആകസ്മികം. എന്താണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്? ആകസ്മികം. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓംചേരി അദ്ദേഹത്തിന്റെ തൂലികാനാമാണ് ഓംചേരി. NN പിള്ളയുടെ ആത്മകഥയാണ് ആകസ്മികം. അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളൊന്നും പഠിച്ചു. ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു, ചെരുപ്പ് കടിക്കില്ല, പ്രളയം, തേവരുടെ ആന, ദൈവം വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുന്നു, സൂക്ഷിക്കുക വഴിയിൽ ഭക്തന്മാരുണ്ട്, നല്ലവനായ ഗോഡ്സെ. ഇപ്പൊ കുറച്ച് കൃതികളുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് ഓംചേരിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികള്? നല്ലവനായ ഗോഡ്സെ, സൂക്ഷിക്കുക വഴിയിൽ ഭക്തന്മാരുണ്ട്, ദൈവം വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുന്നു, തേവരുടെ ആന, ചെരുപ്പ് കടിക്കില്ല, പ്രളയം, ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു. ഇതൊക്കെ ഓംചേരിയുടെ കൃതികളാണ്. അടുത്തത്
ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ലേല ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരം ഏതാണ്? ആരാണ്? ഋഷഭ് പന്താണ് കേട്ടോ. അപ്പോ 27 കോടി രൂപയ്ക്കാണ് ലേലത്തില് ഋഷഭിനെ ലക്നൗ സൂപ്പർ ജെയിൻസ് ടീം സ്വന്തമാക്കിയത്. അപ്പോ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായ ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയ ടീം ഏതാണ്? ലക്നൗ സൂപ്പർ ജെയിൻസ്. ലക്നൗ സൂപ്പർ ജെയിൻസ്. അപ്പോ ഋഷഭിനെ ഡൽഹി ഇതുവരെയും 16 കോടി രൂപയ്ക്കാണ് സൂക്ഷിച്ചു വെച്ചാടുന്നത്, അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയാടുന്നത്. പക്ഷെ ഇപ്പൊ 27 കോടി രൂപയ്ക്ക് ആര് കൊണ്ടുപോയി? സൂപ്പർ ജെയിൻസ്, ലക്നൗ സൂപ്പർ ജെയിൻസ് കൊണ്ടുപോയി. അപ്പൊ ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. കഴിഞ്ഞിട്ടില്ല, ഇനിയും ധാരാളം ഉണ്ട്. ഇനി 2-3 ക്ലാസ്സിനുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. അപ്പൊ അത് വഴിയെ നമുക്ക് ഇതുപോലെ തന്നെ ഒരാഴ്ച കൂടുമ്പോഴോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അപ്ലോഡ് ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതുന്ന കുട്ടികളിൽ, +2 ലെവൽ എഴുതുന്ന കുട്ടികൾക്കൊക്കെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഭംഗിയായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പരീക്ഷ എഴുതാൻ പറ്റും, ഒരു ടെൻഷനും ഇല്ലാതെ. അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവാച്ചാ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലാച്ചാ ഓക്കെ, ഡിസ്ലൈക്കും ചെയ്തോളൂ, കുഴപ്പമില്ല. അതുപോലെ തന്നെ എന്താ ചെയ്യണേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് എനിക്കറിയണമെങ്കിൽ എന്തെങ്കിലും കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതണ്ടേ. അപ്പൊ ഇഷ്ടപ്പെട്ടു വെച്ചാലോ ഇഷ്ടപ്പെട്ടില്ലാച്ചാലോ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യാം. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. 8 മണിക്ക് ശേഷം ഞാൻ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പൊ അത് രണ്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.